സിനിമ സംസാരിക്കുന്നിടം, സിനിമ സംവാദിക്കുന്നിടം. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ നമ്മുടെ കൊച്ചു കേരളത്തിലെത്തിക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 3ാം ദിന കാഴ്ചകൾ കാണാം. ഇപ്പൊ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകൾ ലോകത്ത് പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. ഈ IFFK എന്ന് പറയുമ്പോൾ തന്നെ പുറം നാട്ടിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും പലരും വരുന്നുണ്ട്. എല്ലാ രാജ്യത്തു നിന്ന് ആൾക്കാർ വരുന്ന ഒരു ഫെസ്റ്റിവൽ. ലോകം അംഗീകരിക്കപ്പെട്ട ഒരു ഫിലിം ഫെസ്റ്റിവലാണ് ശരിക്കും പറയുക എന്നുള്ളത്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റും. നമ്മൾ തിരുവനന്തപുരത്താണ് അതേ കൊച്ചു കേരളത്തിലാണ് സംഭവിക്കുന്നുള്ളതിന്റെ ഇത് ചെറുതാക്കി കാണേണ്ടതെന്നല്ല. തീർച്ചയായിട്ടും ഇത് ലോകത്തിലുള്ള ഫിലിം മേക്കേഴ്സ് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലാണ് IFFK എന്ന് പറയുന്നത്. എപ്പോഴും IFFKയുടെ കാര്യം പറയുന്നത് നമ്മള് IFFKയിൽ മാത്രം കാണുന്ന കുറച്ച് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് മാത്രം കൂടുന്ന കുറച്ച് കൂട്ടുകാരുണ്ടാവും. അതിന് മുമ്പോ ശേഷം ഇല്ലെങ്കിലും അതൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫിലിം അതേ ഞാൻ ഫെസ്റ്റിവൽ. പറയുന്നത്. ഒരുപാട് സൗഹൃദങ്ങളെ കണ്ടുകൂട്ടാൻ ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കൂട്ടുകൂടുമ്പോൾ നിറഞ്ഞൊഴുകുന്ന സ്നേഹമാണെന്ന് പറയുന്നത്. നമ്മളിവിടെ കൂട്ടുകൂടുന്നതാണ്, സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെ കൂട്ടുകൂടുക. അത് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് നമുക്ക്. അത് ഭയങ്കര എനർജി. തുടർച്ചയായ 18ാം തവണയാണ് ഇത്. അതില് കോവിഡ് കാലത്ത് 4 സോണായിട്ട് തിരിച്ചപ്പോ പാലക്കാട് തിരഞ്ഞെടുത്തു. അപ്പൊ എന്താണ് ഈ IFFKക്ക് വീണ്ടും വീണ്ടും വരാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ? അത് ആദ്യത്തെ 2-3 വർഷം വന്നപ്പോ സിനിമയോട് എന്നും ആർത്തി തന്നെയാണ്. അത് നാട്ടിലായാലും എല്ലാ സിനിമകളും കാണും. പിന്നെ അതിൽ നിന്ന് കിട്ടിയ സൗഹൃദങ്ങള്, വർഷത്തിലൊരിക്കൽ മാത്രം കാണുന്ന സൗഹൃദങ്ങളുടെ ഒരു കൂടിച്ചേരല്. പിന്നെ നമുക്ക് നമുക്ക് നെഞ്ചിൽ കിടന്ന് തിളയ്ക്കുന്ന ചില അസ്വസ്ഥതകളുടെ ഒരു പ്രതിഷേധങ്ങൾ ഇവിടെ പണ്ടൊക്കെ കൈരളിയുടെ മുമ്പിലായിരുന്നു. അത് പിന്നെ മെയിൻ വെന്യൂ ടാഗോറിലേക്ക് മാറ്റി. അപ്പൊ ആ പ്രതിഷേധങ്ങളുടെ ഒത്തുചേരലും കൂടിയാണ്. കാഴ്ചകളുടെ സൗഹൃദങ്ങളുടെ കൂടിച്ചേരലുകളുടെ പ്രതിഷേധങ്ങളുടെ ഒരു ഉത്സവം കൂടിയാണ് IFFK. അതാണ് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു പ്രചോദനം. So what makes IFFK different from other film festivals? It's a good question. I mean, I like really how dedicated the audience is here, how it feels like really the whole city is involved in a way into this festival one way or another. And this whole spirit of cinephilia, so to speak, like if you go to Nisha Gandhi, for example, right, I think it's something really special that doesn't happen at other places. So this kind of popular by masses, by all the people of the city and probably state, this is something that I think makes it quite distinctive. Yes. കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഡയറക്ടർ ആക്ടർ അവാർഡുകൾ കരസ്ഥമാക്കിയ ക്ലെബർ ഫിലോ സംവിധാനം ചെയ്ത ദ സീക്രട്ട് ഏജന്റ് നല്ലൊരു ക്രൈം ത്രില്ലറാണെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. പ്രണയത്തിന്റെയും പ്രണയ നൈരാശ്യത്തിന്റെയും കഥ പറയുന്ന വുഡി അലൻ സംവിധാനം ചെയ്ത ആനി ഹോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ചിത്രമാണ്. 1930-ൽ സ്ഥാപിച്ച തിരുവനന്തപുരത്തിന്റെ സിനിമ ആസ്വാദന ചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ലായി മാറിയ ന്യൂ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ IFFKയുടെ 3ാം നാൾ നിൽക്കുന്നത്. ഇവിടുത്തെ സിനിമ കാണാൻ എത്തിയ പ്രേക്ഷകരോട് സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അവരുടെ പ്രതീക്ഷകളും നമുക്ക് ചോദിച്ചറിയാം. ഞാനിത് നേരത്തെ കണ്ടിട്ടുള്ള സിനിമയാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ്. വുഡി ആലൻ ഒരു എക്സലന്റ് ഫിൽം മേക്കർ ആൻഡ് സറ്റയർ ഒരു രക്ഷയില്ല. സോ ഇന്നത്തെ കോണ്ടെക്സ്റ്റിലും ഇറ്റ് ഈസ് സോ റെലവെന്റ്. അതാണ് അതിന്റെ ഭംഗി. ആക്ച്വലി ഇത്ര വർഷം കഴിഞ്ഞ് കണ്ടിട്ടും ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ശരിക്കും ഇന്നും നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടം. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് അതിന്റെ സ്ട്രെങ്ത് ആൻഡ് ദ ഫാക്ട് ദാറ്റ് the lens through which he sees life and അതിലൊരു കോമഡിയും അതിന്റെ ആ പെസിമിസം അതിൽ തന്നെ ഉണ്ട് ഒരു ഇൻഹെറന്റ് ഹ്യൂമർ. അത് ഭയങ്കര രസമാണ് ആക്ച്വലി അത് കണ്ടിരിക്കാൻ. പുള്ളിയുടെ ഒരു മൈൻഡ് തിങ്കിങ്, ഒരു ഹിസ് പാറ്റേൺ ഓഫ് സ്റ്റോറി ടെല്ലിങ്, ഒരു ഇന്നസെൻസും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ആക്ച്വലി. അപ്പം അതാണ് ഏറ്റവും എൻജോയ് ചെയ്തത്. ഒരു ദാമ്പത്യത്തിലെ ട്രോമയെ ആസ്പദമാക്കിയിട്ടുള്ള മലയാള ചിത്രമാണ് ദ കൊഫിൻ അഥവാ ശവപ്പെട്ടി. ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, DOP, എഡിറ്റിംഗ് ഇതെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് റിനോഷൻ K. ഒരേ ദുരനുഭവത്തിന്റെ വീർപ്പുമുട്ടലിൽ കഴിയുന്ന ആൽവിന്റെയും പ്രിയയുടെയും ദാമ്പത്യം ക്ഷോഭവും അവഗണനയും നിറഞ്ഞ ഒരു നൈരന്തര്യത്തിലേക്ക് പതിക്കുന്നു. പ്രിയയിൽ അത് ഭീതിദായകമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നു. ആൽവിന്റെ വിഷാദം ഭയമായി മാറുന്നു. അസ്വാഭാവികവും അമാനുഷികവുമായിരുന്നു അവളിലെ മാറ്റം. ആൽവിന്റെ അന്വേഷണം കുഴിച്ചുമൂടപ്പെട്ട ഒരു രഹസ്യത്തിലേക്കാണ് അവനെ എത്തിക്കുന്നത്. അപരിചിതയായി മാറിയിരിക്കുന്ന തൻ്റെ ഭാര്യയെ മനസ്സിലാക്കാൻ ആൽവിന് അതേ ശൂന്യതയെ നേരിടുകയും അതിൽ സ്വയം നഷ്ടപ്പെടാനുള്ള അപകട സാധ്യത ഏറ്റെടുക്കുകയും വേണം. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഞങ്ങൾ അധികം എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് കണ്ടത്. പക്ഷെ മൂവി ഓൾ ടുഗദർ അത് നല്ല ഫ്ലോയിൽ പോയി. അതിന്റെ ക്യാരക്ടേഴ്സ്, അതിലെ ആക്ടേഴ്സ് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒപ്പം അതൊരു എക്സ്പെരിമെന്റൽ മൂവിയാണെന്ന് പറയാം.
ഈ കോഫിൻ എന്ന് പറയുന്ന ആ ഒരു പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള അതിൽ കുറച്ച് സീക്വൻസുകൾ ഉണ്ട്. ഡെഫിനറ്റ്ലി യു ഷുഡ് വാച്ച്. കാരണം നമ്മളും ആ ഫീലിലൂടെ കടന്നു പോകുന്നു, അതിലെ ക്യാരക്ടേഴ്സ് കടന്നു പോകുന്ന അതേ ഫീലിങ്ങിലൂടെ ഓഡിയൻസ് കടന്നു പോവുകയും അതിൽ നിന്നുണ്ടാകുന്ന ട്രാൻസിഷൻസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതൊരു വളരെ നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഒപ്പം നമുക്ക് കുറെ തിരിച്ചറിവുകൾ തരുന്ന ഒരു മൂവി ആയിട്ട് കൂടെ തോന്നി. ഇറ്റ് വാസ് വർത്ത് വാച്ചിങ്. കാൻസ് ഫിലിം ഫെസ്റ്റിവൽ, സിഡ്നി ഫിലിം ഫെസ്റ്റിവലിൽ ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള യങ് മദേഴ്സ് മേളയുടെ മറ്റൊരു ആകർഷണമായിരുന്നു. 5 ചെറുപ്പക്കാരായ അമ്മമാരുടെ കഥ പറയുന്ന ചിത്രമാണ് യങ് മദേഴ്സ്. ഹസൻ ഹാഡി സംവിധാനം ചെയ്ത ദ പ്രസിഡന്റ്സ് കേക്ക് ഒരു 9 വയസ്സുള്ള കുട്ടിയുടെ കഥ പറയുന്ന ചിത്രമാണ്. കഥ പറയുന്നതിന്റെ രീതിയുടെ പ്രത്യേകത കാരണം തന്നെ മേളയുടെ നല്ലൊരു ആകർഷണമായി ഈ ചിത്രം മാറിക്കഴിഞ്ഞു. ഓവറോൾ മൂവി വളരെ നല്ലൊരു സിനിമയാണ്. ഇപ്പം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ആ കുട്ടികൾ രണ്ടുപേരും നന്നായിട്ടുണ്ട് അതിൽ അഭിനയിച്ചേക്കുന്ന 2 കുട്ടികള്. പിന്നെ ഇങ്ങനൊരു ഇഷ്യൂ ഇപ്പൊ ആ ഒരു മൂവിയിൽ കാണിച്ചിരുന്നില്ലെങ്കിൽ അത് എത്ര പേർക്ക് അറിയും എന്നുള്ളതിനെ കുറിച്ച് സംശയമാണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നാച്ചുറൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. 2 കുട്ടികളുടെ ആക്ടിങ്ങും അതിലെ ഗ്രാൻഡ് മദറായിട്ട് അഭിനയിച്ചവരുടെ ആ ഒരു ബോണ്ടിങ്ങും ആ കാര്യങ്ങളൊക്കെ വളരെ, പിന്നെ ഒരു കോഴിയുണ്ട്, ഒരു ഹെൻ, അതുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഒക്കെ വളരെയധികം കുക്കിംഗ് എലമെന്റ് ആണ് ആ സിനിമയുടെ. സദാം ഹുസൈന്റെ സമയത്തുള്ള ഒരു ഇഷ്യൂന് അവരുടെ ആ വാറിന്റെ സമയത്തുള്ള ബുദ്ധിമുട്ടുകളും അത്രയും എന്താ പറയാ ഫുഡും കാര്യങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് പോലും ഉള്ള ഒരു ഇഷ്യൂനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഈ ഒരു മൂവിയിലല്ലാതെ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് ചിലപ്പോ നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിനെ എടുത്ത് കാണിച്ചത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ പൊതുവെ സംസാരിക്കുന്ന ഫാമിലി വാല്യൂസ് മാത്രമല്ല, ആ പ്രദേശത്ത് നടക്കുന്ന കുറച്ച് ഇഷ്യൂസിനെയും അവിടെ നടക്കുന്ന അവരനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും അത് സംസാരിക്കുന്നുണ്ട്. മറിയം തൗസാനി സംവിധാനം ചെയ്ത കാൽ മലാഗ എന്ന സ്പാനിഷ് ചിത്രം സിനിമാ പ്രേമികൾക്കിടയിൽ വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കി. വിവിധ ചലച്ചിത്ര മേളകളിൽ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയ ഓൾ ദാറ്റ്സ് ലെഫ്റ്റ് ഓഫ് യു ഒരു പലസ്തീനിയൻ കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ്. ഇത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് ഷെറിൻ ഡാവിസ്. 1992 മുംബൈയിൽ നടക്കുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് സെയ്ദ് മിർസ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം നസീം. ഗുരുദത്ത് സംവിധാനം ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹിന്ദി ചിത്രമാണ് പ്യാസ അഥവാ തേഴ്സ്റ്റ്. യൂസഫ് ചഹീനി സംവിധാനം ചെയ്ത അലക്സാൻഡ്രിയ അഗെയിൻ ആൻഡ് ഫോർ എവർ മേളയുടെ ആദ്യ ദിവസം മുതൽ സിനിമാ പ്രേമികളുടെ ഇഷ്ടപ്പെട്ട സിനിമാ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടോ? Yes, it's a wonderful movie. Did you expect something before coming to the movie? Illa, I think I always go to the movie with a very open mind, trying to, sort of just take it as an experience. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. Quite surprising. I haven't seen his films before, but now it's his anniversary, 100 years, so it's great that there is a retrospective of his works, because otherwise they're not widely accessible, especially not on the big screen. And it was very surprising, very playful, Fellini-esque in a way. So yeah, it was very enjoyable film. നട്ടേഷ് ഹഡ്കെ സംവിധാനം ചെയ്ത ദ ടൈഗേഴ്സ് പോണ്ട് സിഡ്നി ഫിലിം ഫെസ്റ്റിവൽ ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടിയ ചിത്രം കൂടിയാണ്. ടൈഗേഴ്സ് പോണ്ട് അങ്ങനെ ഒരു കണ്ടിരിക്കേണ്ട ഒരു പടം എന്നുള്ള രീതിയിൽ തോന്നിയില്ല. കുഴപ്പമില്ല എന്ന് എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തോളൂ. ബേസിക് ആയിട്ട് എൻ്റെ കാസ്റ്റ് ഇഷ്യൂ ഒക്കെ പറയുന്നതാണ്. ബട്ട് അത് തന്നെ ലേറ്റർ ഹാഫ് ഓഫ് ദ ഫിലിമിൽ മാത്രമേ അത് ഭയങ്കരമായിട്ട് ടച്ചപ്പ് ചെയ്യുന്നുള്ളൂ. ആദ്യമേ പോകുന്നത് അത് ഇപ്പം ലൈക്ക് ഇങ്ങനെയുള്ള ഒരു പടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മൂവിങ് ഒക്കെ വളരെ കുറവായിരിക്കും ഒബ്വിയസ്ലി. ബട്ട് എനിക്കെന്തോ അത്ര ഭയങ്കരമായിട്ട് അങ്ങ് വർക്ക് ആയിട്ടില്ല ഈ പടം. മിൻ ക്വൈ ട്രോങ് സംവിധാനം ചെയ്ത ദ ട്രീ ഹൗസ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പടം എന്ന രീതിയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നല്ലൊരു ചിത്രമാണ്. ചലച്ചിത്രമേളയുടെ 3ാം ദിന കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ സിനിമകളും സിനിമാ ചർച്ചകളും ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളും ഒരുപിടി നല്ല സിനിമകളും സിനിമാ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.